എല്ലാ ആൾക്കാരും പുറത്തുണ്ട്. ക്യാഷിനെ കെട്ടിപ്പിടിക്കുന്നതാണ്. നേരം വെളുത്തറുമ്പോൾ എന്നും ഇത് അംഗം. രാത്രി മുഴുവനും ഇവിടെ കിടക്കവർ. ഇപ്പൊ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എങ്ങനെ പോകാം? ഇത് കഴിഞ്ഞ എക്സിറ്റ് വയനാട് റോഡ്. പോകിന് ഒരു കുറവില്ലല്ലോ. ആ വീടവിടെ പോയി നമുക്ക് അൽബനി പോട്ടെ. ന്യൂ ജേഴ്സിക്ക് പോയില്ല. ശരിക്കും ന്യൂയോർക്ക് കണ്ടു തീർക്കണെങ്കിൽ എനിക്ക് അതെ, ന്യൂയോർക്ക് ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ ഒരു 2 മാസമെങ്കിലും വേണം അല്ലേ? 10 വർഷം മിനിമം വേണം. 10 വർഷം മിനിമം വേണം ന്യൂയോർക്ക് കണ്ടു തീർക്കണമെങ്കിൽ. ന്യൂയോർക്ക് അത്രമാത്രം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ? ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ആകെ കൂടി ന്യൂയോർക്ക് മറ്റേ സിറ്റിയിൽ അവിടേക്ക് പോകുന്നതാണ്. പക്ഷെ ന്യൂയോർക്ക് ഫുള്ള് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോകും, നയഗറ ഫോൾസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ അതിൻ്റെ മുകളിൽ എന്തോ ഒരു ചർച്ച അങ്ങനെ എന്തോ. അതെ, അത്രേ കാണുള്ളൂ ആൾക്കാർ സിറ്റിയിൽ പോയിട്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്സ്റ്റേറ്റിലേക്കൊക്കെ വന്നാലും ന്യൂയോർക്ക് കാണാൻ ഏറ്റവും ഭംഗിയല്ലേ? ഇവിടെ നയഗറ ഫോൾസിന്റെ അടുത്ത് ഒരു റിവറുണ്ട്. നമ്മൾ നയാഗര പോയിട്ട് എന്തോരം നാളായി. നമുക്ക് ഒരു ദിവസം പോകണം. അതെ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയല്ല. വഴി അറിയാം. എനിക്ക് കാപ്പി വേണ്ടേ? ഇത് നമ്മൾ അലീനയുടെ കോളേജിലേക്ക് പോണ വഴിയാട്ടോ. ഇതാട്ട് അപ്സ്റ്റേറ്റ്. ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല രസം. എനിക്കൊന്നിട്ട് വേണ്ടേ? ഓ, ഇനി നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് കയറാട്ടെ. ഇവിടെ ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ സർവീസ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, ബാത്റൂമിലേക്ക് പോവാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകണതാട്ടാ. ഇവിടെ 2 കൂടാരങ്ങൾ കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ട് വെക്കുന്നതാട്ടാ. റോഡിൽ സ്നോ വരുമ്പോൾ ഉപ്പിടെ സ്നോ മെൽറ്റാൻ വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഈ സ്റ്റാർബക്സിന്ന് എന്തെങ്കിലും വേണ്ട? കുറച്ച് എന്നിട്ട് നോക്കാം. ഇതാ നമ്മൾ അലീനയുടെ വീട്ടിലെത്തിയിട്ടാ. അലീനയുടെ ഗ്രാജുവേഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ പോന്നു. അവിടെ നിന്ന് നമുക്കൊരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അലീനയുടെ വീട്. പക്ഷേ വീടാകെ മെസ്സായി കിടക്കുക. കാരണം ഇവിടുന്ന് പിള്ളേരൊക്കെയും ഇന്നിപ്പോൾ ലഗേജും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ തിരക്കാണ്. ഇതൊരു വലിയ വീടാട്ടോ. ഇതിനകത്ത് ഒരു 5 പിള്ളേർ താമസിക്കുന്നുണ്ട് ഇവർ. എവിടെ അലീന പറഞ്ഞത്? എന്താ ബാക്ക് യാർഡാ? ഓക്കെ, അലീന പറഞ്ഞു പോയിട്ട് ബാക്ക് യാർഡ് നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് മുകളിലേക്കും അങ്ങോട്ട് കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ. 2 കിച്ചണൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരിക്കൽ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അലീനയുടെ റൂം കേട്ടോ. നീന അവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന്
മുടിയൊക്കെ റെഡിയാക്കി ഒതുക്കി വെക്കേണ്ടത്. നമ്മുടെ അലീനയുടെ റൂമിൻ്റെ ഉള്ളിൽ ഇതാ നോക്കിയെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ, കുറേ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുണ്ട്. ആ ഇന്ത്യയുടെ അവിടെ നിന്ന് കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് വേണം ഇതിലും വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രസ്സുകളൊക്കെയാണ്. ഇവിടെ ഇനി 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോരും. അപ്പോൾ ഇത് സാധനങ്ങളെല്ലാവരും ഒതുക്കണം. അതിൻ്റെ ഒതുക്കണ തിരക്കുകളൊക്കെ ഞാൻ തോന്നുന്നു അല്ലേ? ആ ഇവിടെ പൂച്ച വിട്ടെ. മാപ്പ്, കുറേ സാധനങ്ങളുണ്ട്. അത് ക്ലോക്ക്, അത് പൂച്ചക്കുട്ടൻ്റെ ക്ലോക്കട്ടെ. നമ്മുടെ ആസ്പിനെയും ചിമ്പൂനെയും കൂടെ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമായി തന്നെ ഇവിടെ. ഓക്കെ, ഇനി അവിടെ ബാക്കായിട്ട് കാണാം. അയ്യോ, ഒരു ബാത്റൂം. ഇത് ഈ കിച്ചണല്ലേ നീ യൂസ് ചെയ്യണേ? ഇത് ഇവളുടെ കിച്ചൺ. ഇതേപോലെ തന്നെ സെയിം കിച്ചൺ മുകളിലുണ്ട് കേട്ടോ ഒരെണ്ണം. അല്ലേ, സെയിം തന്നെ ഇങ്ങനത്തെ ഒരെണ്ണല്ലേ മുകളിൽ ഒരെണ്ണല്ലേ. ഒരു ബാക്ക്യാർഡ് കാണിക്കാന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ഒരു കിളിക്കൂടൊക്കെ ഞാത്തിയിട്ടുണ്ടായിരുന്നല്ലേ. അവിടെ കുറേ കിളികളുണ്ട് കേട്ടോ. അവരെ കിളികളെ അവിടെ ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവരെ വീടിൻ്റെ അവിടെ ബാക്കിൽ ഇവർക്ക് ഇതുണ്ട് കേട്ടോ, സ്വിമ്മിങ് പൂൾ ഉണ്ട്. പക്ഷെ അത് തുറക്കണമെന്നില്ല, കാരണം വെക്കേഷനൊക്കെ ആകുമ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് പോകുമല്ലോ. ചിലപ്പോഴല്ലേ സ്നോ വീഴുള്ളൂ. പക്ഷെ ഇവിടെ മിക്ക ദിവസവും സ്നോ തന്നെ ആയിരിക്കും അല്ലേ. ഭയങ്കര തണുപ്പും വേറെ തണുപ്പ് കൂടിയ സ്ഥലം അത്. ഫ്രീ സൈസ് ആയിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ഇട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഞാൻ അലീന പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ കുറേ വീടുകളുണ്ട് കേട്ടോ. അത് അവിടെ നോക്കിക്ക് ഒരപ്പച്ചൻ താമസിക്കുന്ന ഒരു വീട്. കുറേ വീടുകളുണ്ട് ഇവിടെ. ഇത് അലീനയുടെ വണ്ടി കേട്ടോ. ഇത് നമ്മുടെ വണ്ടി ഇപ്പോൾ വന്നത്. ഇങ്ങോട്ടേക്കുണ്ട് കുറേ വീടുകൾ. ഇതിനു മുമ്പ് നമ്മൾ അലീനേനെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ അവളുടെ 12 മണിക്ക് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. അല്ല 11 മണി ആയിട്ടില്ല, 10 മണി ആയിട്ടുണ്ട്. 10:15 ഇത് അവിടേക്കും വേറെ പിള്ളേർ താമസിക്കുന്നുണ്ട്. കണ്ട് ആ പിള്ളേരുടെയൊക്കെ ഗ്രാജുവേഷനാന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു കുട്ടി ഇറങ്ങണുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റാട്ടത്. വേറെ കുട്ടി ഗ്രാജുവേഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. എനിക്കാണെങ്കിൽ ഇവിടെ കൂടുതലും ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ താമസിക്കുന്ന വീട്. അലീനയുടെ പ്രാക്ടീസിങ് ഇവിടെ നോക്കിയാ അലീന. ഗുഡ്. നമ്മളിത് അലീനയുടെ കോളേജ് എത്താറായിട്ടോ. ഇതാണ് അലീനയുടെ കോളേജ്, ബീഹാംപ്ടൺ യൂണിവേഴ്സിറ്റി. ഇത് മുഴുവൻ ഈ കോളേജിന്റെ സ്ഥലമാണ് കേട്ടോ. വലിയ ക്യാമ്പസാണ്.
അലീന? പാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ Clearly marked by exit signs. Kindly take a moment to identify the location of the fire exit nearest you, keeping in mind that it may be behind you. In the event of an emergency, an alarm will sound and you should calmly and safely exit the building at that time. Thank you. as well as their families and friends. Congratulations to you all. Before we proceed with our ceremony, I invite all council members, special guests, Ibrahim. Ryan Jeffrey Harlos. Jonathan Daniel Fell Jacobson. Ashley Varghese. Alina Paulson. Isabella Torani. Megan Judith Anderson. Jared Williams. Kweku Apre Ashar. Georgian Borjik. John Matfield. Redmond Gallagher. Parents, partners, and friends, I present to you Binghamton University Harper College of Arts and Sciences Class of 2025! Look at the camera. Say cheese. Say cheese doodles. Okay, now you go. It looks so good. Yeah, it looks really good.